ഇനി വരുന്നത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ബാങ്കിങ് മേഖലയിലുള്ളവർക്ക്, അതുപോലെ ധനകാര്യ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക്, നിയമം, അഡ്വക്കേറ്റ് മുതലായിട്ടുള്ള ആൾക്കാർ, അതുപോലെ കൺസൾട്ടേഷൻ, അതുപോലെ സെയിൽസ്, ഇങ്ങനെയുള്ള മേഖലകളിലുള്ളവർക്ക് ചില പുതിയ അവസരങ്ങളൊക്കെ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട്. ലഗ്നത്തിൽ ചൊവ്വയാണ്, അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ആയിട്ടുള്ള സമ്പർക്കത്തിൽ കുറച്ച് കൂടുതൽ അഹങ്കാരത്തോടു കൂടിയുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവുകയും അതുമൂലം ഉണ്ടാകുന്ന ചില സംഘർഷങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം കേൾക്കാതെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുക, പിന്നീട് അത് തിരുത്തേണ്ടി വരിക, ഇതൊക്കെയും ഇതിനൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. ജോലി മാറ്റം ഉള്ളവർക്കും ആഗ്രഹിക്കുന്നവർക്ക് അഥവാ അത് പ്രതീക്ഷിക്കുന്നവർക്ക് അതിന് അനുകൂലമാണ്. ധനപരമായിട്ട് കുറച്ച് ശമ്പള വർധനയോ അല്ലെങ്കിൽ ചില അധിക വരുമാന സ്രോതസ്സുകളോ ഒക്കെ തുറന്നു വരിക, അതുപോലെ പഴയ ചില കുടിശ്ശികകൾ കിട്ടുക, ഇതൊക്കെയും നല്ല സാധ്യത കാണുന്നുണ്ട്. സമ്പാദ്യ പദ്ധതികളും ഒക്കെ ആരംഭിക്കാനും ഈ സമയം അനുകൂലമാണ്. എന്നാൽ ചില കടങ്ങൾ മേടിക്കുക, ലോൺ, വിശേഷിച്ച് ബാങ്ക് ലോണോ അങ്ങനെയുള്ള കടങ്ങൾ മേടിക്കുക, ഇതൊക്കെയും നിയന്ത്രിക്കേണ്ടതാണ്. കഴിയുമെങ്കിൽ ഈ ആഴ്ച അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയും വേണം. ആരോഗ്യപരമായിട്ട് കുറച്ച് നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. ക്ഷീണം, ഉറക്കക്കുറവ്, ഇതൊക്കെയും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ പൊതുവേ കുടുംബത്തിലേക്ക് സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ അത് പരസ്പര വിശ്വാസത്തോടു കൂടി നല്ല തീരുമാനങ്ങളിലേക്ക് എത്തിക്കാൻ സ്വയം കുറച്ചൊന്ന് പ്രയത്നിക്കേണ്ടതാണ്. അതുകൊണ്ട് ചിലപ്പോൾ അത് അനുകൂലമല്ലാതെ വരാൻ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, അതുപോലെ വിഷ്ണു സഹസ്രനാമ ജപം, അതുപോലെ വിദ്യാർത്ഥികൾക്ക് പുസ്തകം മുതലായിട്ടുള്ള ഉപകരണങ്ങളും ഒക്കെ ദാനം ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. പച്ച നിറത്തിലുള്ള പയർ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കിട്ടാൻ നല്ലതാണ്.